രാം നാരായൺ റാം. നമ്മുടെ ഇന്ത്യയ്ക്ക് ആത്മികമായ ഒരു ശക്തിയുണ്ട്. അത് എല്ലാവരെയും തന്നെ കൂട്ടിയിടിക്കാൻ കഴിയും. എന്നാൽ അതിനായി സ്വയം തിരിച്ചറിവ് നേടേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ അന്തരാത്മാവിന്റെ ശബ്ദം കേൾക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോരുത്തരും മറ്റൊരാളെ കീഴ്പ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, മറ്റൊരാളെ പിടിച്ചുപറിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മൾ മറക്കുകയാണ്, ഞങ്ങൾ എല്ലാവരും 5 മൂലകങ്ങൾ കൊണ്ട് നിർമ്മിതരായവരാണ്. എല്ലാവർക്കും ഒരുപോലെ ഒരു ഹൃദയം, ഒരു ബുദ്ധിയുണ്ട്. എന്നാൽ അത് നമ്മളുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ നമ്മുടെ ഹൃദയത്തിലും ബുദ്ധിയിലും പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും എങ്ങനെ വയ്ക്കുന്നു എന്നതിൽ. നാം മറ്റൊരാളുടെ ഹിതത്തിനായി പ്രവർത്തിക്കുന്നതാണോ, അല്ലെങ്കിൽ ദുഷ്ടത കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണോ? മനുഷ്യൻ മായയിലേക്കു പോകുമ്പോൾ അയാൾ എത്രത്തോളം മറ്റൊരാളെ ദുഃഖിതനാക്കുകയായിരിക്കും എന്ന് നോക്കാറില്ല. ചിന്തിക്കൂ, ഒരാൾ നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസം നൽകുകയും താൽക്കാലികമായൊരു സമയത്ത് നിങ്ങൾ സ്വാർത്ഥത്തിനായി ആ വിശ്വാസം തകരുതിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത്? അതിനാൽ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്കായി മറ്റുള്ളവരുടെ ഹൃദയത്തെ ദുഃഖിതരാക്കരുത്. മറ്റൊരാളിന്റെ വിശ്വാസം തകർക്കരുത്. നമ്മുടെ ഭൂമി ഒരു സിന്റെ നിധിയാണ്. വിശ്വാസം നമ്മുടെ ശക്തിയാണ്. ധൈര്യം നമ്മുടെ അനുസരണമാണ്. സ്നേഹം നമ്മുടെ ആത്മവിശ്വാസമാണ്. ഈ മൂല്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക. നിങ്ങൾക്ക് ലക്ഷ്യം സ്വയം കണ്ടെത്താം. ദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനു വേണ്ടിയുള്ള ആവശ്യമില്ല. ഒരാളെ താഴ്ത്തുന്നതിനുള്ള ശ്രമമില്ല. പ്രകൃതിയിൽ നിന്നു നമ്മൾ എല്ലാം പ്രാപിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ ഭാഗ്യപ്രദമാക്കാൻ പ്രാപ്തമാണ്. പ്രകൃതിയിൽ നിന്നു പഠിക്കുന്നത് അത്യാവശ്യമാണ്. നമ്മൾ എല്ലാവരും അറിയുന്നതാണ്, പ്രകൃതി ഒരിക്കലും നശിക്കില്ലെന്ന്. എന്നാൽ അതിൽ സമയത്തിനു മാറ്റങ്ങൾ വരാം. രാം നാരായൺ റാം നിങ്ങളുടെ അന്തരാത്മാവിനെ ഉണർത്തുന്നു. ജീവിതത്തിൽ പലപ്പോഴും എങ്ങനെയും പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ സ്വപ്നങ്ങളെ പിന്തുടരുമ്പോൾ അവയെ നേടുന്നില്ല. എല്ലാ ശ്രമത്തിനും ശേഷം നിങ്ങൾ പരാജയപ്പെടുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? നിങ്ങൾക്ക് ആ സ്വപ്നങ്ങളെ അല്ലെങ്കിൽ ആ ഇച്ഛകളെ പ്രാപിക്കാനായില്ലെന്ന് നിങ്ങളുടെ മനസ്സിൽ എനിക്കൊരു കാരണം എന്താണെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനു വലിയ കാരണം നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ അന്തരാത്മാവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ശക്തികളെ തിരിച്ചറിയാൻ മുടങ്ങിക്കഴിഞ്ഞതാണ്. നിങ്ങൾ നിങ്ങളുടെ ശക്തികളെ, നിങ്ങളുടെ അന്തരാത്മാവിന്റെ ശബ്ദം തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ രാം നാരായൺ റാം നാമത്തോട് ചേരുക. ശേഷം നിങ്ങളുടെ സ്വപ്നങ്ങൾ മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ പുതിയ ശക്തിയെ അനുഭവപ്പെടും. അതിനാൽ പറയപ്പെടുന്നു, രാം നാരായൺ റാം നാമത്തിൽ ആ ശക്തിയുണ്ട്. അത് മുഴുവൻ സൃഷ്ടിയെ അതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ശക്തിയാണ്. നമുക്ക് അറിയാമോ, എത്ര പദങ്ങളിൽ ഈ നാമത്തോട് ചേർന്ന് ജീവിതം മാറ്റിയവരായി. പിന്നെ നിങ്ങൾ എത്ര നാൾ കാത്തിരിക്കുക. ഇപ്പോൾ തന്നെ ഈ ശുദ്ധമായ നാമത്തോട് ചേരുക. കൂടാതെ രാം നാരായൺ റാം നാമത്തിന്റെ പ്രചരണം നടത്തുക. സമൂഹത്തോട് പ്രചോദനവദമായ ശ്രമം ചെയ്യുക. എളുപ്പം. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വലിയ സന്തോഷം കിട്ടും. ഇപ്പോഴത്തെ യുവജനങ്ങൾക്കായി അവർക്ക് സഹനം വളരെ കുറവാണ്. ഇന്നത്തെ യുവാക്കൾ കുറഞ്ഞ സമയത്തിനും പരിശ്രമത്തിനും കൂടുതൽ വിജയങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അങ്ങനെ സാധിക്കുമ്പോൾ ആ യുവാക്കൾ വിഷാദത്തിന് പെട്ടിരിക്കുന്നു. അതിനാൽ പ്രത്യേകിച്ച് ഇന്നത്തെ യുവജനങ്ങൾ രാം നാരായൺ റാമുമായി ബന്ധപ്പെടുക അത്യാവശ്യമാണ്. അവരുടെ ജീവിതത്തിൽ ചെറിയ ധൈര്യം, സഹനം ഉണ്ടാകട്ടെ. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വിവേകം തിരിച്ചറിയുന്നത് വളരെ പ്രധാനമാണ്. കാരണം ഈ വിവേകമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം, ശാന്തി, വിജയം നേടാനുള്ള വഴി കാണിക്കുന്നതും. ഈ വിവേകമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തിക്കാൻ, മനസ്സിലാക്കാനുള്ള ആന്തരിക ശക്തിയുടെ വളർച്ച നടത്തുന്നത്. ഈ വിവേകത്തിന്റെ ഉത്പത്തിയാകും രാം നാരായൺ റാം ജപിക്കുന്നതിൽ. നാം ഈ ബീജമന്ത്രം ജപിക്കുന്നതുകൊണ്ട് നമ്മൾ ആന്തരിക വിവേകത്തിന്റെ ഉത്പത്തി കാണുന്നു. അതിനാൽ നമ്മുടെ ഇന്നത്തെ യുവജനങ്ങൾ രാം നാരായൺ റാമുമായി ബന്ധപ്പെടുകയും ഈ ബീജമന്ത്രം ചിന്തിക്കുകയും ചെയ്താൽ അവരുടെ ഉള്ളിൽ ആന്തരിക വിവേകത്തിന്റെ വളർച്ച സംഭവിക്കും. ഓരോ മാതാപിതാവിനും ഇതൊരു ബാധ്യതയാണ്. അവർ കുഞ്ഞുകാലത്തുനിന്ന് ഈ പാഠം അവരുടെ കുട്ടികൾക്ക് നൽകണം. കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ രാം നാരായൺ റാമിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുക. അവർക്ക് വിശ്വാസം വളരാൻ തുടങ്ങും. പ്രതിപ്രത്യേക വ്യക്തിയുടെ ശരീരത്തിൽ 50,000 കോടിയോളം ആത്മകളുള്ളവരാണ്. നമ്മൾ എല്ലാവരും ദിവസവും 2-3 പ്രാവശ്യം സമ്പൂർണമായ ആഹാരം കഴിക്കുകയും അതിലൂടെ നമുക്ക് തൃപ്തി ലഭിക്കും. എന്നാൽ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ 50,000 കോടിയോളം ആത്മകൾ എന്താണ് കഴിക്കുന്നത്? ഇവർക്കും ആഹാരം നൽകേണ്ടതില്ലെങ്കിൽ ഇവിടം ചിന്തിക്കുമ്പോൾ അവൾ ചടിചെല്ലും. പിന്നീട് എന്തായിരിക്കും? നമ്മുടെ ശരീരത്തിൽ ഈ 50,000 കോടിയോളം ആത്മകളുടെ ശക്തി, ഊർജം എല്ലാം തീർന്നുപോകും. തുടർന്ന് നമ്മൾ ക്ഷീണിക്കുകയും ഞങ്ങളുടെ മാടി പ്രവർത്തിക്കാതെ പോകുകയും ചെയ്യും. ഒരു രീതിയിൽ നമ്മുടെ മുഴുവൻ ജന്മം തന്നെ ഫലവിക്കാത്തതായി മാറും. അതിനാൽ ഇത്തരത്തിൽ ജീവിതം ഒരിക്കലും വന്നു പോകാതിരിക്കേണ്ടതിന് ചെറിയ പ്രായത്തിൽ തന്നെ രാം നാരായൺ റാമുമായി ബന്ധിപ്പിക്കുക. ഇതിലൂടെ എല്ലാവരും സർഗാത്മകമായി ജീവിക്കട്ടെ.